CNG വില വീണ്ടും വർദ്ധിപ്പിച്ചു എന്നതാണ് വാർത്ത. 1 രൂപ കൂട്ടി. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വാർത്തയുടെ ഒരുങ്ങുമ്പോൾ ചേർന്നു. ബൽറാം, അപ്പോൾ ഇനി അങ്ങോട്ട് ഇങ്ങനെ ഗഡുക്കളായുള്ള വില വർധന എല്ലാ ഈ പറയുന്ന ഗ്യാസ് ഉൽപ്പന്നങ്ങളും പ്രതീക്ഷിക്കണം, അല്ല എല്ലാ ഇന്ധന ഉൽപ്പന്നങ്ങളും പ്രതീക്ഷിക്കണം. ബൽറാം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി അമൃത. ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ തുടർച്ചയായി വിലവർധനവ് ഇനി പ്രതീക്ഷിക്കേണ്ടി വരും എന്നുള്ളതാണ് CNGയുടെ വിലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെയുണ്ടായ മാറ്റം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 10 ദിവസത്തിലധികമായി രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിക്കും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത് വലിയ തോതിലുള്ള ആശങ്കകൾ വിവിധ സംസ്ഥാനങ്ങളിൽ പടർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ ഡൽഹിയിൽ CNGയുടെ വില 2 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. അതിനുശേഷം 2 ദിവസം പിന്നിടുമ്പോഴാണ് വീണ്ടും 1 രൂപ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എടുത്തിരിക്കുന്നത്. ഇതോടെ ഡൽഹിയിലെ CNG വില 80 രൂപ പിന്നിട്ടിരിക്കുകയാണ്. 80 രൂപ 9 പൈസയാണ് നിലവിലിപ്പോൾ CNGയുടെ ഡൽഹിയിലെ വില. അത് നോയിഡയിൽ 88 രൂപയ്ക്ക് മുകളിൽ വരും. നേരത്തെ മുംബൈയിൽ മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് ആണ് ആദ്യം വിലവർദ്ധനവ് നടപ്പാക്കിയത്. ഇത്തരത്തിൽ CNG വില വർദ്ധിപ്പിച്ചതോടുകൂടി തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കിടയിൽ നിന്നും ഈ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. മറ്റ് ഇന്ധനങ്ങൾക്ക് കൂടി വിലവർദ്ധനവ് ഉണ്ടായേക്കും തുടർന്നും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ബൽറാം വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. CNG അല്ല, പെട്രോൾ ഡീസൽ അല്ല, ഗ്യാസ് അല്ല, എന്തൊക്കെ ഇന്ധന ഉൽപ്പന്നങ്ങളുണ്ടോ അതിനൊക്കെ നമ്മൾ ഇനി ഇത്തരത്തിൽ എപ്പിസോഡ് അല്ല ഈ പറയുന്ന എന്താണ് എപ്പിസോഡ് അല്ല എന്താ പറയാ ഓരോ ഗഡുവായിട്ടുള്ള വിലവർദ്ധനം പ്രതീക്ഷിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.